My dear friends, today let's check one of the previous question papers. There's a question paper of 2019 for plus 2 Equivalency-English. Okay, the first one is some lines are given and you have to answer the following questions. So here you have some lines from Success is counted sweetest. Success is counted sweetest എന്നുള്ള പോയത്തിൽ കുറച്ച് വരികൾ തന്നിരിക്കുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ക്യാൻ ഫീൽ ദ സ്വീറ്റ്നെസ് ഓഫ് സക്സസ്? ആർക്കാണ് വിജയത്തിൻ്റെതായിട്ടുള്ള സ്വീറ്റ്നെസ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് എന്നാണ് അല്ലേ? ആർക്കാണ് വിജയം ഫീൽ ചെയ്യുന്നത്? ദോസ് പീപ്പിൾ ഹൂ കുഡ് നെവർ സക്സീഡ്. സെക്കൻഡ് ലൈനിലുണ്ട് അതിൻ്റെ ഉത്തരം, ബൈ ദോസ് ഹു നെവർ സക്സീഡ് എന്ന് കാണുന്നത്. സോ ദോസ് പീപ്പിൾ ഹൂ കുഡ് നെവർ സക്സീഡ് ഫീൽസ് ദ സ്വീറ്റ്നെസ് ഓഫ് സക്സസ്. ഒരിക്കലും വിജയിക്കാത്തവനാണ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നീഡഡ് ടു കോംപ്രിഹെൻഡ് നെക്ടർ? ഒരു ഹണി, നെക്ടർ എന്ന് പറഞ്ഞാൽ ഹണി അല്ലെങ്കിൽ ഗുഡ് ഫുഡ് എന്നൊക്കെയാണല്ലോ. അത് മനസ്സിലാകണമെങ്കിൽ എന്താണ് അത്യാവശ്യമായി വേണ്ടത്? ഉത്തരം, ടു അണ്ടർസ്റ്റാൻഡ് ദ സ്വീറ്റ്നെസ് ഓഫ് ഹണി ഓർ എനി ഗുഡ് ഫുഡ് വൺ ഹാസ് ടു ബി ഡിപ്രൈവ്ഡ് ഓഫ് ഇറ്റ്. ഒരാൾക്ക് അതിൻ്റെ അപര്യാപ്തത ഉണ്ടാകണം, എന്നാൽ മാത്രമേ അതിൻ്റെ സ്വീറ്റ്നെസ് മനസ്സിലാവുകയുള്ളൂ. ടു കോംപ്രിഹെൻഡ് എ നെക്ടർ റിക്വയർസ് സോറസ്റ്റ് നീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ വരികളാണ്. ഇറ്റ് റിക്വയർസ് ദ സോറസ്റ്റ് നീഡ്. ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നണം ഒരു കാര്യം. അങ്ങനെ അത്യാവശ്യമുള്ള കാര്യം ഇല്ലാതായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നീഡ് മനസ്സിലാക്കാൻ സാധിക്കുക. എക്സ്പ്ലെയിൻ ദ ഐഡിയ ഇൻ ദ എബോവ് ലൈൻസ്. ആ 4 വരിയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാനാണ്. 3 മാർക്കിനാണ് ചോദ്യം. ഓൺലി ഫെയിൽ പീപ്പിൾ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് സക്സസ്. വി അപ്രീഷിയേറ്റ് ദ വാല്യൂ ഓഫ് സംതിങ് ഓൺലി വെൻ വി ലാക്ക് ഇറ്റ്. വിജയത്തിൻ്റെ മൂല്യം മനസ്സിലാവുന്നത് തോറ്റവർക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ മൂല്യം നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ആസ്വദിക്കുന്നത് അത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ഫുഡ് ടേൺസ് ഡെലീഷ്യസ് വെൻ യു ആർ ഹംഗ്രി. ഭക്ഷണം ഏറ്റവും കൂടുതൽ ഡെലീഷ്യസ്, സ്വാദിഷ്ടമായിട്ട് തോന്നുന്നത് നമ്മൾ അത്യധികം ഹംഗ്രി ആയിരിക്കുമ്പോഴാണ്, വിശന്ന് വലഞ്ഞിരിക്കുമ്പോഴാണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ സ്വീറ്റ്നെസ് ഓഫ് ഹണി ഓർ എനി ഗുഡ് ഫുഡ് വൺ ഹാസ് ടു ബി ഡിപ്രൈവ്ഡ് ഓഫ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് ഉത്തരം എഴുതാനാണ്. റീഡ് ദ എക്സെപ്റ്റ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് അല്ലേ, ഒരു വലിയ പാഠത്തിൻ്റെ ചെറിയൊരു ഭാഗം. എക്സെപ്റ്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അതിനുശേഷമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഇത് ഇറ്റ് സീംഡ് ആസ് ഇഫ് ദ സെമിട്രി വാസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എസ് കെ പൊറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റ് എന്നുള്ള പാഠത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അല്ലേ, ആ സെമിത്തേരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പാഠം. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് ഉത്തരം എഴുതുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഈ പാരഗ്രാഫ് വൃത്തിയായിട്ടൊന്ന് വായിക്കണം. ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കണം. എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സെമിട്രി സീം ടു ദ ഓദർ? സെമിത്തേരി എങ്ങനെയാണ് ഓദറിനെ കാണപ്പെട്ടത്? ഇറ്റ് സീംഡ് ആസ് ഇഫ് ദ സെമിട്രി വാസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ അതാണ്. Why does the author feel the cemetery as the bridal room of death? ഓദറിന് എന്തുകൊണ്ടാണ് സെമിത്തേരി ഒരു ബ്രൈഡൽ റൂം പോലെ, ഒരു മണിയറ പോലെ കാണപ്പെട്ടത്? എ ബ്രൈഡൽ റൂം ഈസ് സപ്പോസ് ടു ബി എ പ്ലേസ് ഓഫ് ചാം ലൈക്ക് ഡെക്കറേറ്റഡ് വാൾസ് ആൻഡ് റൂഫ്സ് അല്ലേ? ബ്രൈഡൽ റൂം അങ്ങനെയൊക്കെയാണല്ലോ, വളരെ അട്രാക്റ്റീവായി ചാമായിരിക്കും. ഡെക്കറേറ്റഡ് വാൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ റൂഫ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് വിൽ ബി ഇൻഫ്യൂസ് വിത്ത് എ കളർ ആൻഡ് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. നിറയെ പൂക്കളുടെ ഭംഗിയും അതുപോലെ തന്നെ എന്താ സുഗന്ധവും. ലൈക്ക് എ ബ്രൈഡൽ റൂം ദേ വർ ഫ്ലവറിംഗ് ട്രീസ് ആൻഡ് ഗാർഡൻസ് ടു ഡെക്കറേറ്റ് ടൂം സ്റ്റോൺസ്. അപ്പോൾ മണിയറയിലേത് എന്ന പോലെ തന്നെ ടൂം സ്റ്റോൺസിൻ്റെ മുകളിലും അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സും അവിടെ അതിന് ചുറ്റുമായി ഗാർഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. ദ കാം ആൻഡ് സ്പ്രെഡ് ഔട്ട് സെറ്റിംഗ് ഓഫ് ദ സെമിട്രി വിത്ത് എ ലോട്ട് ഓഫ് ബൂക്കേ മെയ്ഡ് ഹിം തിങ്ക് സെമിട്രി ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. അപ്പോൾ അവിടുത്തെ വളരെ ശാന്തമായ അങ്ങനെ പരന്ന് കിടക്കുന്ന സെമിത്തേരി, ഒരുപാട് ബൂക്കേ പുഷ്പചക്രങ്ങളൊക്കെയുള്ള ആ ഒരു സെമിത്തേരി ഏതാണ്ട് ബ്രൈഡൽ റൂം ഓഫ് ഡെത്തായിട്ട് നമ്മുടെ ഓദറിന് തോന്നുകയാണ്. 6ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ഓദർ ഫീൽ വെൻ ഹി എൻറ്റേർഡ് ദ സെമിട്രി? വൈ? സെമിത്തേരിയിലേക്ക് പ്രവേശിച്ചപ്പോൾ എങ്ങനെയാണ് ഓദറിനെ ഫീൽ ചെയ്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത്? 2 ചോദ്യമാണ്, 2 മാർക്ക്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസൊക്കെ ഉത്തരം എഴുതണം. ഇപ്പോൾ 1 മാർക്കിനുള്ളതാണെങ്കിൽ ഒറ്റ സെൻറ്റൻസ് മതി. ദ ഓദർ ഫെൽ ദാറ്റ് ഹി വാസ് സ്ലോലി സ്ലിപ്പിംഗ് അവേ ഫ്രം ദ ലാൻഡ് ഓഫ് ദ ലിവിങ് ആസ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദ ഫോർട്ട് ദാറ്റ് വാസ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് റോമൻസ്.
ഓതറിന് തോന്നുകയാണ് ഹി വാസ് സ്ലോലി സ്ലിപ്പിംഗ് അവേ ഫ്രം ദ ലാൻഡ് ഓഫ് ദ ലിവിങ്. താൻ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഭൂമിയിൽ നിന്ന് സ്ലിപ്പ് അവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്റ്റെപ്ഡ് ഇൻ ടു ദ ഫോർട്ട്, ഒരു കോട്ടയിലേക്ക് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്നു. ദാറ്റ് വാസ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് റോമൻസ്. റോമാക്കാരുടെ അവസാന വിശ്രമ കേന്ദ്രത്തിലേക്ക് താൻ കാലെടുത്ത് വയ്ക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. The calmness and setting of the cemetery with a lot of bouquet on tombs made him think so. അദ്ദേഹത്തിന് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആ ഒരു ശാന്തതയും ആ സെമിത്തേരിയുടെ സെറ്റിങ്സ് അല്ലേ, അവിടെ ഒരുപാട് ബൂക്കെ ഒക്കെ ഉണ്ടായിരുന്നു. ടൂംസ് എന്ന് വെച്ചാൽ ശവക്കല്ലറകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്. 2 സെൻറ്റൻസേ ഉള്ളൂ, 2 മാർക്ക്. 7th question. What does the author compare the slow movements of the bow of the trees with? മരത്തിൻ്റെ ശിഖരങ്ങളുടെ നേർത്ത ചലനങ്ങൾ എന്തിനോടാണ് എഴുത്തുകാരൻ കമ്പയർ ചെയ്തിട്ടുള്ളത്? The author compares the slow movements of the boughs of the trees with deep sighs. നീണ്ട നെടുവീർപ്പുകളോടാണ് ഓതർ അതിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. 8ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു ഗ്രാമർ പാട്ടാണ്. I am going to the English course, he said. എന്താണ് ചെയ്യേണ്ടത് ഈ സെൻറ്റൻസിനെ? റീറൈറ്റ് ദ സെൻറ്റൻസ് ബിഗിനിങ് വിത്ത് he said that. അതായത് ചെറുതായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമാണ്, ഏറ്റവും എളുപ്പമാണ്. പ്രസൻറ്റ് ടെൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കിയാൽ മതി. മിക്കവാറും ഈക്വലൻസിക്ക് അത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കൂ. സോ ഐ എം ഗോയിങ് ടു ദ ഇംഗ്ലീഷ് കോഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ആം എന്നുള്ളതാണ് പ്രസൻറ്റ് ടെൻസ് ആയിട്ട് തോന്നുന്നത്. അതിനെ എന്താക്കിയാൽ മതി? ആമിനെ വാസ് ആണ്. സോ ഐ എം ഗോയിങ് ടു എന്നുള്ളതിനെ എന്താക്കിയിട്ട് മാറ്റേണ്ടി വരും? യെസ്, ആം എന്നുള്ളത് വാസ് ആയി. ഇനി ഐ എന്നുള്ളതിന് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? ഹീ സെഡ് ദാറ്റ് എന്നാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളോട് പറയുന്ന രീതിയിൽ വേണം എഴുതാൻ. ദാറ്റ് ഈസ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഹീ സെഡ് ദാറ്റ് എന്നാണ്. അവനാണ് പറയുന്നത്. അവൻ ഇംഗ്ലീഷ് കോഴ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവനാണ് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെ എഴുതണം? ഐ എന്നുള്ളത് ഹീ ആയിട്ട് മാറ്റേണ്ടി വരും അല്ലേ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹൈ എന്നുള്ളത് ഹീ ആയിട്ട് മാറ്റും. കാരണം ഹീ ആണ് പറയുന്നത്. ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ഗോയിങ് ടു ദ ഇംഗ്ലീഷ് കോഴ്സ്. കാര്യമായിട്ട് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഐ എന്നുള്ളത് ഹീ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആം എന്നുള്ളത് വാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇഫ് യു വർക്ക് ഹാർഡ്. ബ്രാക്കറ്റിൽ കുറച്ച് ക്ലോസുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനോട് യോജിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇഫ് യു വർക്ക് ഹാർഡ്, നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഇഫ് പിന്നെ യു സബ്ജക്റ്റ് ഉണ്ട്, അതിനുശേഷം പ്രസൻറ്റ് ടെൻസ് ആണ്. വർക്ക് എന്ന് മാത്രമാണ്, വർക്ക്ഡ് എന്ന് കാണാനില്ല, ഹാഡ് വർക്ക്ഡ് എന്നില്ല അല്ലേ. അപ്പോൾ ഇത് വരുന്നത് ഫസ്റ്റ് കണ്ടീഷനിലാണ്. 1ാമത്തെ കണ്ടീഷൻ ഇഫ് യു വർക്ക് ഹാർഡ് എന്തായിരിക്കും? ഒരു ഭാഗത്ത് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്തും പ്രസൻറ്റ് ടെൻസ് തന്നെ ആയിരിക്കും. യു വുഡ് വിൻ, അവിടെ വുഡ് എന്നുള്ളത് പ്രസൻ്റ് അല്ല. യു ഹാഡ് വിൻ, അതും പ്രസൻ്റ് അല്ല. യു വിൽ വിൻ, തീർച്ചയായിട്ടും വിൽ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിലാണ് ഇത് വരുന്നത്. സോ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ വിൻ. അതിനൊരു സെൻറ്റൻസ് ഓർത്ത് വെച്ചാൽ മതി. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ആ ഒരു മോഡലിലാണ് ഈ സെൻറ്റൻസ് വന്നിട്ടുള്ളത്. ഇനി ഇഫ് യു സ്റ്റഡിക്ക് പകരം സ്റ്റഡീഡ് ആണെങ്കിലോ, ഇഫ് യു സ്റ്റഡീഡ് വെൽ ആണെങ്കിൽ അപ്പുറത്ത് എന്തായിട്ട് മാറും? യു വുഡ് പാസ് എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇഫ് യു വർക്ക് ഹാർഡിന് പകരം വർക്ക്ഡ് ഹാർഡ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഉത്തരം? ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് യു വുഡ് വിൻ എന്നായിട്ട് മാറ്റും. പക്ഷേ ഇവിടെ ഇഫ് യു വർക്ക് എന്നാണ്. സോ ഇഫ് യു വർക്ക് യു വിൽ വിൻ. കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ചും റിപ്പോർട്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ്, റൈറ്റ് 3 സ്ലോഗൻസ് ഫോർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. പരിസ്ഥിതിയെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊരു 3 സ്ലോഗൻസ് എഴുതാനാണ്. 3 മുദ്രാവാക്യങ്ങൾ പോലെ. 1ാമത്തെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് ഫോർ ദ കമ്മിങ് ജനറേഷൻ. വരുന്ന തലമുറയ്ക്ക് വേണ്ടി എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യൂ. അതാണ് 1ാമത്തെ സ്ലോഗൻ. നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ. മറ്റു 3 എഴുതണം. ഗ്ലോബൽ വാർമിംഗ് എൻവയോൺമെൻറ്റലുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ഈസ് ഗ്ലോബൽ വാർണിംഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ കൊടുക്കാം. സേവ് ദ എർത്ത് ടു സേവ് ലൈഫ്. എൻവയോൺമെൻറ്റ് ഈസ് എവറിത്തിങ്, ഡോണ്ട് സ്പോയിൽ ഇറ്റ്. പ്രകൃതിയാണെല്ലാം, അതിനെ നശിപ്പിക്കരുത്. നെക്സ്റ്റ്, fill in the blanks with appropriate words choosing from the brackets. അപ്പോൾ ഒരു 3 മാർക്കിനുള്ളതാണ്. 3 ഡാഷസ് കാണാം. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള
രണ്ടെണ്ണത്തിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. കറക്കി കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കി നോക്കാം. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ തുടക്കം there was once a man. there was പാസ്റ്റ് ടെൻസിലാണ്. there is എന്നല്ല there was എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് അടുത്ത സെൻറ്റൻസും പോകുന്നത്. ദാറ്റ് ഈസ് there was once a man who dash strong and healthy. പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് who is എന്ന് പറയേണ്ട കാര്യമില്ല, who was എന്ന് തന്നെ പറഞ്ഞാൽ മതി. enjoy the work. in every way he felt on top of life. പാസ്റ്റ് ടെൻസ് അല്ലേ, എല്ലാ സെൻറ്റൻസും പാസ് ആയതുകൊണ്ട് ഹി ഫെൽറ്റ് എന്നാണ് കാണുന്നത്. ഹി ഫെൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ലൈഫ്. ആൻഡ് അവിടെ ഹാസ് എന്നാണ് വേണ്ടത്, അല്ല ഹാസ് നല്ല പ്രസൻ്റ് ആണ്. അതുകൊണ്ട് ഹാഡ്. ആൻഡ് ഹാഡ് നോ സിമ്പതി ഫോർ ദ അൺഇൻട്രസ്റ്റിംഗ് ഫോക്ക്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൂ എന്ന് ഉപയോഗിക്കാം, അല്ലേ? വസ്തുവാണെങ്കിൽ വിച്ച് എന്ന് ഉപയോഗിക്കാം. സോ ഇവിടെ ഇൻ എവരി വേ ഹി ഫെൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ലൈഫ്. ഹി അയാളെക്കുറിച്ചാണ് പറയുന്നത്. ഹി ഹൂ സീം ടു ഫോം. അതുകൊണ്ട് അവിടെ ഹൂ എന്ന് ചേർത്താൽ മതി. ഹൂ സീം ടു ഫോം സച്ച് ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം റിമെമ്പർ മീ ബൈ ആലീസ് വാക്കർ. എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, പോയംസ് പഠിച്ചാൽ തന്നെ സുഖമായിട്ട് ജയിക്കാനുള്ള മാർക്ക് കിട്ടും. ഇപ്പോൾ നേരത്തെ പോയത്തിൽ നിന്ന് 5 മാർക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇതാ 3 വരികൾ കണ്ടിട്ട് അതിനെ എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 4 മാർക്കുണ്ട്. അതുകൂടാതെ ഒരു അപ്രീസിയേഷൻ ചോദിക്കും 8 മാർക്കിന്. അപ്പോൾ ഒരുപാട് മാർക്കിന് സ്കോപ്പ് ഉള്ളതാണ് പോയംസ്. അതുകൊണ്ട് പോയംസ് എല്ലാം വൃത്തിയായിട്ട് പഠിക്കണം. റിമെമ്പർ മീ എന്നുള്ളതിലെ വരികളാണ്. I am the girl holding their babies, cooking their meals, sweeping their yards, washing their clothes, dark and rotting and wounded. അപ്പോൾ അതിലെ റിമെമ്പർ മീയുടെ 3 വരികൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ആൻസർ. ഹിയർ ദ റൈറ്റർ, നമുക്ക് റൈറ്ററിൻ്റെ പേരും വേണമെങ്കിൽ എഴുതാം, ആലിസ് വാക്കർ. ഹിയർ ദ റൈറ്റർ ആലിസ് വാക്കർ ഡെപ്പിക്സ് ദ പ്ലൈറ്റ്സ് ആൻഡ് ബോണ്ടേജ് ഓഫ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ. ഇതിലൂടെ അവർ ചിത്രീകരിക്കുന്നത്, ഡെപ്പിറ്റിയാണ് ചിത്രീകരിക്കുക എന്നർത്ഥം. ദ പ്ലൈറ്റ്സ് കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ ബോണ്ടേജ് അടിമത്തം, ബോണ്ടേജ് ഓഫ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ കറുത്തവർഗക്കാരായ അമേരിക്കയിലെ ഒരു പെൺകുട്ടി ഹു സഫേഴ്സ് എ ലോട്ട് ഇൻ ഹെർ ലൈഫ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ചുമാണ് റൈറ്റർ ഇതിലൂടെ ചിത്രീകരിക്കുന്നത്. ദ ഗേൾ ഇൻ ദ പോയം ഈസ് ആക്ച്വലി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെനി ബ്ലാക്ക് വിമൻ whose lives are darkened by the injustice of being black and woman in a world that favors the white and men. The girl in the poem is actually a representative of black women. ഈ പെൺകുട്ടി കറുത്തവർഗക്കാരായ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ് പോയതിലെ ഈ പെൺകുട്ടി. ആ കറുത്തവർഗക്കാരായ സ്ത്രീകൾ എങ്ങനെയാണെന്ന് നോക്കൂ. ഹൂസ് ലൈവ്സ് ആർ ഡാർക്കൻഡ്, അവരുടെ ജീവിതങ്ങളെല്ലാം ഇരുളടഞ്ഞതാണ്. എങ്ങനെയാണ് ഇരുളടഞ്ഞിട്ടുള്ളത്? ബൈ ഇൻജസ്റ്റിസ്, അനീതിയാലാണ് ഇരുളടഞ്ഞിട്ടുള്ളത്. ഓഫ് ബീയിങ് ബ്ലാക്ക് ആൻഡ് വിമൺ, എന്തുകൊണ്ടാണ് ആ ഇൻജസ്റ്റിസ് ഉണ്ടായിട്ടുള്ളത്? അനീതി ബ്ലാക്ക് ആയതുകൊണ്ടാണ്, അതുപോലെ തന്നെ സ്ത്രീകളായതുകൊണ്ടാണ്. ഓഫ് ബീയിങ് ബ്ലാക്ക് ആൻഡ് വിമൺ, അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇൻ എ വേൾഡ് ദാറ്റ് ഫേവേഴ്സ് ദ വൈറ്റ് മാൻ, വെള്ളക്കാരുടെ ലോകത്ത്, വെള്ളക്കാരെ അനുകൂലിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന കറുത്ത വർഗക്കാരും സ്ത്രീകളുമായിട്ടുള്ള ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ഇൻജസ്റ്റിസ്, അനീതി, അവരുടെ ജീവിതം അനീതി കൊണ്ട് ഇരുട്ടാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ പെൺകുട്ടി. ഷീ ഐഡൻറ്റിഫൈസ് ഹെർസെൽഫ് വിത്ത് അതർ ഗേൾസ് ഓഫ് ഹെർ ഏജ്. നേരത്തെ പറഞ്ഞിരുന്നു ഒരു പ്രതിനിധിയാണെന്ന്. അതുകൊണ്ട് അവൾ മറ്റുള്ള പെൺകുട്ടികളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഓഫ് ഹെർ ഏജ്, അവരുടെ പ്രായത്തിലുള്ളത്. ഹു ആർ ട്രീറ്റഡ് ആസ് സ്ലേവ്സ്, അവർ പരിഗണിക്കപ്പെട്ടത് അടിമകളായിട്ടാണ്. ദേ ഡിഡ് ഓൾ ദ ഹൗസ് ഹോൾഡ് ചോഴ്സ് ഓഫ് തേഴ്സ്, മറ്റുള്ളവരുടെ, അതായത് വെള്ളക്കാരുടെ എല്ലാ വീട്ടുജോലികളും ചെയ്യുന്നു അവർ. ദ സെയിം സഫറിങ്സ്, ഒരേ കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് റോട്ടിങ്, വൂണ്ടഡ് എന്നൊക്കെ പറയുന്നത്, മുറിവേറ്റവരാണ്. ജീവിതം അങ്ങനെ ഇല്ലാതാവുകയാണ്. ദീസ് ലൈൻസ് ത്രോ ലൈറ്റ് ടു ജെൻഡർ ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്. ഈ വരികൾ വെളിച്ചം വീശുന്നത് ലിംഗവർഗ വിവേചനങ്ങളിലേക്കാണ്. നെക്സ്റ്റ്, fill in the blanks with appropriate words choosing from the words given in the brackets. ഇവിടെയും ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനാണ്. കുറച്ച് പ്രിപ്പോസിഷൻസ് കാണാം. to, within, off, on, at, up. The Sherpas held me dash from behind. അവരെന്നെ പിറകിൽ നിന്ന് ഉയർത്തി എന്നാണ്. ഉയർത്തി പിടിക്കുക എന്നുള്ളതിന് ഹെൽഡ് മീ അപ്പ് എന്നാണ് പറയേണ്ടത് അല്ലേ. ഹെൽഡ് മീ അപ്പ് ഫ്രം ബിഹൈൻഡ് ആസ് ഐ സ്റ്റാഗേഡ്. സ്റ്റാഗേഡ് എന്ന് പറഞ്ഞാൽ ഇടറി നടന്നു എന്നാണ്. ഇവിടെ ഇടറി നടക്കുക എന്ന് തന്നെയാണ്. സ്റ്റാഗേഡിൻ്റെ കൂടുതൽ പല പ്രിപ്പോസിഷൻസും വരാറുണ്ട്. സ്റ്റാഗേഡ് ടു ഹിസ് ബെഡ്, നമ്മളെ മര്യാദയ്ക്ക് നടക്കാൻ വയ്യാതെ വേച്ച് കിടക്കാൻ പോകുന്നതിന് സ്റ്റാഗേഡ് ടു ബെഡ് എന്നാണ് പറയുക. പിന്നെ വളരെ കഷ്ടപ്പെട്ട് പടി കയറുന്നതിന് സ്റ്റാഗേഡ് അപ്പ് ദ സ്റ്റെപ്സ് എന്ന് പറയും.
താങ്ങാൻ പറ്റാത്ത വെയിറ്റ് എടുത്ത് ഇടറി നടക്കുന്നതിനെ സ്റ്റാഗേർഡ് അണ്ടർ ദ വെയിറ്റ് ഓഫ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ എന്താണ്, അദ്ദേഹം നടക്കുകയാണ്, അതായത് ഓൺ ഹിസ് ഫീറ്റ് ആണ് അല്ലേ. ദാറ്റ് ഈസ് സ്റ്റാഗേർഡ് ഓൺ ഹിസ് ഫീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്ത് മതി, സ്റ്റാഗേർഡ് ഓൺ എന്ന് മതി. ആസ് ബെസ്റ്റ് ഐ കുഡ്, എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ നടക്കാൻ ശ്രമിച്ചു. സ്കേർട്ടിങ് ദ അവലാൻസ്, ഹിമപാളികളെ ഒഴിവാക്കിക്കൊണ്ട്, സ്കേർട്ട് ചെയ്തുകൊണ്ട്. ഡാഷ് ഗെയിൻ അവർ ഓൾഡ് ട്രാക്ക്, എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഞങ്ങളുടെ പഴയ ആ ട്രാക്ക് കണ്ടെടുക്കാൻ അല്ലേ, ഞങ്ങളുടെ ആ വഴി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഗെയിൻ എന്നുള്ള കിട്ടുക എന്നാണല്ലോ. സോ ഐ സ്റ്റാഗേർഡ്, ഞാൻ കഷ്ടപ്പെട്ട് നടന്നു. എന്തിനാ, ടു ഗെയിൻ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ടു ഗെയിൻ അവർ ഓൾഡ് ട്രാക്ക്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വെൻറ്റ് ദ ടു സീ ദ മാച്ച് എന്ന് പറയാറുണ്ട്. ടു സീ, കാണാൻ വേണ്ടി, അതിന് ടു സീ. കേൾക്കാൻ വേണ്ടി ടു ഹിയർ. അതുപോലെ തന്നെ ഇവിടെ കിട്ടാൻ വേണ്ടി ടു ഗെയിൻ അവർ ഓൾഡ് ട്രാക്ക്. ഹൗ ഡാഷ് എർത്ത് ഷുഡ് വി ഗെറ്റ് ഡൗൺ ദ ഫസ്റ്റ് ഐസ് വാൾ, നമ്മൾ ഏത് വിധേനയാണ് താഴത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്. ഏത് വിധേന എന്നുള്ളതിന് ഹൗ ഓൺ എർത്ത് എന്നാണ് പറയുന്നത്. ഹൗ ഓൺ എർത്ത്, മറ്റൊരു പ്രയോഗമില്ല, ഹൗ ഓൺ എർത്ത്. അടുത്ത ചോദ്യം, മോറിസ് ഒബ്ജെക്ട്സ് ടു സച്ച് പീപ്പിൾ ബീയിങ് കോൾഡ് പ്രിമിറ്റീവ്. ഹും ഈസ് ഹി റെഫറിങ് ടു ആൻഡ് വാട്ട് ഇസ് ഹി മീൻ. മോറിസ് എതിർക്കുന്നുണ്ട് അല്ലേ അത്തരത്തിലുള്ള ആളുകളെ പ്രിമിറ്റീവ് എന്ന് വിളിക്കുന്നതിനെ. ഹു ഈസ് ഹി റെഫറിങ് ടു, ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് പ്രിമിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്, പ്രിമിറ്റീവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്നാണ്. ആൻഡ് വാട്ട് ഡസ് ഹി മീൻ, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇപ്പോൾ ഇവിടെ പ്രിമിറ്റീവ് ഉദ്ദേശിക്കുന്നത് ഷെർപ്പാസിനെയാണ്. ഷെർപ്പാസ് ആർ പേഴ്സൺസ് ബിലോങ്ങിങ് ടു എ നേപ്പാളീസ് ട്രൈബ്, ഒരു നേപ്പാളി ആദിവാസി ഗോത്രത്തിൽപ്പെടുന്ന ഒരു കൂട്ടരാണ് ഷെർപ്പാസ്. ആക്ച്വലി മൂവ് ഫ്രം ടിബറ്റ് ടു നേപ്പാൾ 500 years ago. They live from agriculture and by guiding mountaineers. കൃഷി കൊണ്ടും അതുപോലെ തന്നെ മൗണ്ടനീഴ്സ്, പർവ്വതാരോഹകരെ ഗൈഡ് ചെയ്തിട്ടുമാണ് അവർ ജീവിച്ചു പോരുന്നത്. By looks and their lifestyle, one may find them primitive, but they commit themselves to saving their clients' lives, endangering their own. കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിത ശൈലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദിമ മനുഷ്യരെ പോലെ തോന്നും. പക്ഷേ അവരവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നു. സ്വന്തം ജീവിതം അപകടപ്പെടുത്തിയും അവരുടെ ക്ലയൻസ്, അവരുടെ കക്ഷികൾ ആരാണോ അവരുടെ കൂടെ ഈ മൗണ്ടനിയറിങ്ങിന് പോകുന്നത്, പർവ്വതാരോഹത്തിന് പോകുന്നത്, അവരെ സഹായിക്കാൻ ഈ പറയുന്ന ഷെർപ്പാസ് തയ്യാറാകുന്നു. ദേ ക്യാരി ലഗേജ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് നീഡഡ് ഫോർ മൗണ്ടനിയറിംഗ് ആൻഡ് ആക്ട്സ് ആസ് സേവിയേഴ്സ് ഓഫ് ട്രെക്കിംഗ് ടീംസ്. ട്രക്കിംഗ് നടത്തുന്ന ആളുകളുടെ രക്ഷകരായിട്ട് ഒരുപാട് ലഗേജസും ഉപകരണങ്ങളും ആവശ്യമായതെല്ലാം പുറകിൽ കരുതിക്കൊണ്ട് ഈ ട്രക്കിംഗ് ടീംസിനെ അവർ അസിസ്റ്റ് ചെയ്യുന്നു. ദ സർവീസ് റെൻഡേഡ് ബൈ ഷെർപ്പാസ് ലൈക്ക് ഐല, സാക്കി, ഫുദാർക്കി ആൻഡ് ആങ്ദവ ടു ദ മൗണ്ടനിയേഴ്സ് വാസ് ട്രെമൻഡസ്. ഹെർസോഗിൻ്റെ ആ റൈറ്റപ്പിൽ കണ്ടിട്ടുള്ള ഷെർപ്പാസാണ് ആലിയ, സാക്കി, ഫുദാർക്കി, ആങ്ദവ. അവരുടെ സേവനം എന്ന് പറയുന്നത് ട്രെമൻഡസ് ആയിരുന്നു, വളരെ വലുതായിരുന്നു. Whenever the atmosphere changed drastically and threatened Herzog and team, they extended their hands to rescue them. എപ്പോഴെല്ലാം അന്തരീക്ഷം മോശമാകുന്നുവോ അപ്പോഴെല്ലാം ഈ ഹെർസോഗിനെയും ടീമിനെയും സഹായിക്കാൻ ഈ ഷെർപ്പാസ് തയ്യാറായി. ഹൗ കുഡ് സച്ച് പീപ്പിൾ ബി കോൾഡ് പ്രിമിറ്റീവ്, അങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെയാണ് അപരിഷ്കൃതർ എന്ന് വിളിക്കുക. അടുത്ത ചോദ്യം ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവമാണ്, പ്രൊഫൈല്. ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ഒന്നിലധികം പ്രൊഫൈൽ ചോദിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഹയർ സെക്കൻഡറി എക്സാമിന് 2 പ്രൊഫൈലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഈക്വലൻസി എക്സാമിന് ഒരു പക്ഷേ 2 പ്രൊഫൈലൊക്കെ ചോദിച്ചു എന്ന് വരാം. അപ്പോൾ തന്നിട്ടുള്ള പോയിൻറ്റ്സിനെ വൃത്തിയാക്കിയിട്ട് സെൻറ്റൻസുകളിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ മാർക്ക് കിട്ടും. 4-5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 2 എണ്ണമൊക്കെ ചോദിച്ചാൽ 10 മാർക്ക് വരെ കിട്ടും. ഇവിടെ 2019 ചോദിച്ചിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനാണ്. ഹിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹി എന്നൊക്കെ വെച്ചിട്ട് കൂട്ടി എഴുതാൻ പറ്റാവുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ ഉള്ളത്. ഒരു ഇത്തിരി ഐഡിയ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. സാധാരണ ബോൺ ഓൺ ജൂലൈ 1941 പകരം ബേർത്ത് എന്നിട്ടൊരു കോളൻ ഇട്ടിട്ട് ജൂലൈ 1941 എന്നൊക്കെയാണ് സാധാരണ കൊടുക്കൽ. ഇവിടെ സെൻറ്റൻസിനെ പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സുഖമായിട്ട് നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ എഴുതാവുന്നതാണ്. പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം ആരുടെ പ്രൊഫൈലാണോ ആരുടെ പേര് എഴുതി വയ്ക്കുന്നു. ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആയതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തു. അതിനുശേഷം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ വാസ് ബോൺ ഓൺ. ഇപ്പോൾ ബർത്ത് എന്ന് കാണുകയാണെങ്കിലും എന്തെഴുതിയാൽ മതി, ഹി വാസ് ബോൺ ഓൺ. അത് മറക്കരുത്. ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓൺ എന്ന് വരിക. അതായത് ഇവിടെ ജൂലൈ 1941 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ചെറിയൊരു തെറ്റുണ്ട്. ഓൺ ജൂലൈ എന്ന് പറയാൻ പാടില്ല. എന്താണ്, മാസമേ ഉള്ളൂ, ഡേറ്റ് ഇല്ല. അതുകൊണ്ട് ഇൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിരുത്തി എഴുതേണ്ടി വരും. അപ്പോൾ എങ്ങനെ വരും, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ വാസ് ബോൺ ഇൻ ജൂലൈ 1941. ഇനി അഥവാ നിങ്ങൾക്ക് ഡേറ്റ് അറിയുമെങ്കിൽ അവിടെ ഓൺ എന്ന് ചേർത്ത് എഴുതാവുന്ന.
നമുക്കറിയില്ല എന്ന് വെച്ചോളൂ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, അവിടെ മാസവും വർഷമേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ എന്ന് വയ്ക്കണം. രഘുപാലേഷൻ വാസ് ബോൺ ഇൻ ജൂലൈ 1941. ഇനി അദ്ദേഹത്തിൻ്റെ പാരൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഹി വാസ് ദ സൺ ഓഫ് മാധവൻ ഉണ്ണിത്താൻ ആൻഡ് മൗത്താട്ട് ഗൗരി കുഞ്ഞമ്മ. അപ്പോൾ ഹി വാസ് ദ സൺ ഓഫ് എന്ന് പറയാം, അതെങ്കിൽ ഹിസ് പാരൻസ് വേർ എന്ന് പറയാം. ഹിസ് പാരൻസ് വേർ, എന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും പേരെഴുതാം. പിന്നെ ഗ്രാജുവേറ്റഡ് ഇൻ 1961. സിമ്പിളായിട്ട് അവിടെ ഹി എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഹി ഗ്രാജുവേറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി വാസ് ഗ്രാജുവേറ്റഡ് എന്ന് പറയാറുണ്ട്. ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഹി വാസ് ഗ്രാജുവേറ്റഡ് ഇൻ 1961. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാവുന്നത് ഹി കംപ്ലീറ്റഡ് ഹിസ് ഗ്രാജുവേഷൻ. അദ്ദേഹത്തിൻ്റെ ബിരുദം കംപ്ലീറ്റ് ചെയ്തു. ഏത് വർഷം? ഇൻ 1961. പിന്നീട് ലേറ്റർ എന്നുള്ളത് നമ്മൾ അഡീഷണൽ ആയിട്ടൊന്ന് ചേർത്ത് വെച്ചതാണ്. ലേറ്റർ ഹി ജോയിൻഡ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1962. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് കാണാം, ഒരു വെർബാണ്. അത് വെർബ് കാണുമ്പോഴൊക്കെ അതിൻ്റെ ജസ്റ്റ് മുമ്പ് ഹി എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഹി എസ്റ്റാബ്ലിഷ്ഡ് ചിത്രലേഖ അല്ലേ. അപ്പോൾ ആ സംഭവം അതേപോലെ തന്നെ എഴുതാവുന്നതാണ്. അടുത്തത് സ്ക്രിപ്റ്റഡ് 11 ഫീച്ചേർഡ് ഫിലിംസ് എന്നാണ്. അവിടെ സ്ക്രിപ്റ്റ് എഴുതി, അവിടെയും എന്ത് തന്നെയാണ്, വെർബാണുള്ളത്. അതിൻ്റെ ജസ്റ്റ് പുറകിലായിട്ട് നമുക്ക് സബ്ജക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഹി എന്നോ അടൂർ എന്നോ ചേർത്ത് കൊടുത്താൽ മതി. ഹി സ്ക്രിപ്റ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ ഹി ഹാസ് സ്ക്രിപ്റ്റഡ് 19 ഫീച്ചർ. ഇതുവരെ അദ്ദേഹം 11 ഫീച്ചർ ഫിലിംസ്, അതുകൊണ്ടാണ് ഹി ഹാസ് സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞത് അല്ലേ, അല്ലെങ്കിൽ ഹി സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാലും മതി. പിന്നെ അദ്ദേഹത്തിന് ചില അവാർഡ്സൊക്കെ കിട്ടി എന്നുള്ളത് എന്ത് പറയാം, അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതിന് ഹി ഗോട്ട് എന്ന് പറയാം. ഹി ഗോട്ട് നാഷണൽ അവാർഡ് ഫോർ ദ ഫിലിം സ്വയംവരം ഇൻ 1972. ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് 1972 നാഷണൽ അവാർഡ് ഫോർ സ്വയംവരം എന്നേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടി. ഹി ഗോട്ട് എന്താണ് കിട്ടിയത്? ഹി ഗോട്ട് എന്നതിന് ശേഷം കിട്ടിയ അവാർഡിൻ്റെ പേര് എഴുതുക, ഇൻ 1972. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്? ഹിസ് നോട്ടഡ് ഫിലിംസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമ ഇതൊക്കെയാണ്. ഹിസ് നോട്ടഡ് ഫിലിംസ് കൺസിസ്റ്റ്സ്, അതെല്ലാം ഉൾക്കൊള്ളുന്നു. അതല്ലെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? ഹിസ് നോട്ടഡ് ഫിലിംസ് ആർ എന്ന് എഴുതിയാലും മതി. എന്നതിന് ശേഷം ഫിലിംസിൻ്റെ പേര് എഴുതിയാൽ മതി. കൊടിയേറ്റം, കഥാപുരുഷൻ, മതിലുകൾ, വിധേയൻ, എക്സെട്ര മുതലായവയാണ്. പിന്നെ വീണ്ടും അവാർഡുകളുടെ പേര് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഒന്നുകിൽ എന്തെഴുതാം, റിസീവ്ഡ് എന്നുള്ളത് ഒരു വെർബാണല്ലോ, അവിടെ ഹി റിസീവ്ഡ് എന്ന് പറഞ്ഞാലും മതി. ഹി റിസീവ്ഡ് പത്മശ്രീ അങ്ങനെ എഴുതാം. അതല്ലോ, അല്ലെങ്കിൽ ഒന്നും കൂടി ഭാഷാ നൈപുണ്യോടുകൂടി എഴുതണമെങ്കിൽ, ഒന്നുകൂടി സ്റ്റാൻഡേർഡായിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദ കൺട്രി, അതായത് പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ ഇന്ത്യൻ ഗവൺമെൻറ്റിലെ കൊടുക്കുന്നത്. അതുകൊണ്ട് ദ കൺട്രി ഓണേഡ് ഹിം, അല്ലെങ്കിൽ ദ വേൾഡ് ഓണേഡ് ഹിം എന്നും സാധാരണ ലോക സാഹിത്യത്തിൻ്റെ അവാർഡും അല്ലെങ്കിൽ വിദേശ ബഹുമതികളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ദ വേൾഡ് ഓണേഡ് ഹിം എന്ന് പറയാറുണ്ട്. ലോകം അദ്ദേഹത്തെ ആദരിച്ചു. ഇവിടെ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു എന്നാണ് പറയുന്നത്. ദ കൺട്രി ഓണേഡ് ഹിം. ദ കൺട്രി ഓണേഡ് ഹിം വിത്ത് പത്മശ്രീ ഇൻ 1984 ആൻഡ് പത്മഭൂഷൺ ഇൻ 2006. അതുപോലെ തന്നെ ഹി റിസീവ്ഡ് അല്ലെങ്കിൽ ഹി ഗോട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഓൾസോ ഇൻ 2004. ഇനി സാധാരണ മരിച്ചുപോയ ആളുകളുടെയൊക്കെ പ്രൊഫൈൽ വരുന്ന സമയത്ത് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് വർഷം കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ഹി പാസ്ഡ് എവേ ഇൻ. ഹി പാസ്ഡ് എവേ ഇൻ എന്ന് പറഞ്ഞിട്ട് ആ വർഷം എഴുതാവുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.